നമ്മളിന്ന് പുക്കാട്ടുപടിക്കടുത്ത് കുഞ്ചാട്ടുകരയിലാണ്. കുഞ്ചാട്ടുകര മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും 250 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ചെറിയൊരു വില്ല പ്രോജക്റ്റിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ആലുവ ടൗണിലേക്ക് 5.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ വരുന്നുണ്ട്. ഇനി കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെന്നുണ്ടെങ്കിലും 10 കിലോമീറ്ററാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 സെൻറ്റ് 100 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ടൈല് വിരിച്ച് ഭംഗിയായിട്ടാണ് റോഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭംഗിയുള്ളൊരു എലവേഷൻ വരുന്നുണ്ട്. ഇനി മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലാഡിങ് ടൈൽ വർക്ക് വരുന്നുണ്ട്. മേലെയായിട്ട് പ്ലാന്റ്സുകളെല്ലാം ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്ലൈഡിങ് ഗേറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 പില്ലറിൽ ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ അകത്തേക്ക് വരാം. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. കടപ്പ കല്ലാണ് കൊടുത്തുള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. ഈ ഭാഗം സൗത്ത് സൈഡാണെന്നുണ്ടെങ്കിൽ ഇത് ഈസ്റ്റ് സൈഡാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ഇവിടെയും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ പ്ലാന്റ്സ് വരാനുണ്ട്. വലിയ കിണറാണ്. വെള്ളത്തിനകത്ത് എടുക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. വീട് ചുറ്റി നടക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും ഗ്രാനൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന വീടാണ്. 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. വലിപ്പമുള്ള കട്ടള തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് കയറാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കോർണർ സെറ്റുകളൊക്കെ ഇടാവുന്നതാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. പെർഗോളാസ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഗ്ലാസ് വെച്ച് മറച്ചിട്ടുമുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഫാൾ സീലിങ്ങിലാണെന്നുണ്ടെങ്കിൽ വുഡിൻ്റെ ടെക്സ്ചർ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻ വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇനി TV യൂണിറ്റാണെന്നുണ്ടെങ്കിലും വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ക്യൂരിയസ് ഒക്കെ വെക്കാനായിട്ട് ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നേരെ ഡൈനിങ്ങിലേക്ക് വരാം. 6 ചെയറിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് തന്നെയാണ് ഫാൾ സീലിംഗ് വർക്കും ഫാനും ഒക്കെ കൊടുത്തുള്ളത്. അകത്ത് LED ലൈറ്റുകൾ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ മാറി ഒതുങ്ങിയിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വീടും കൂടിയാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഇനി ഇതിൻ്റെ പില്ലർക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്യാനുണ്ട്. മിറർ വന്നിട്ടുണ്ട്. പിന്നെ ഇൻവെർട്ടറും മറ്റും വെക്കാനായിട്ട് സ്റ്റെയറിനടിയിലാണ് സ്പേസ് കൊടുത്തുള്ളത്. അത് കൂടാതെ തന്നെ ഡൈനിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസോട് കൂടിയാണ് ഡിസൈൻ ചെയ്തുള്ളത്. ഇതൊരു വാട്ടർ ഫൗണ്ടനോ അല്ലെങ്കിൽ ഇവിടെയായിട്ട് കോർട്ട്യാർഡോ ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണിലേക്ക് കയറുന്ന എൻട്രൻസിലെല്ലാം ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇൻഡോർ പ്ലാന്റ്സുകൾ വയ്ക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചണായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഹുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. നോർത്ത് സൈഡിലേക്ക് ജനൽ വന്നിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിലേക്ക് 2 പാളി ജനലാണെങ്കിൽ നോർത്തിൽ 3 ജനലാണ് വന്നുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ മേലെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ഔട്ട് സൈഡിലേക്ക് വരാം. നോർത്തിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം കോർട്ട്യാർഡിലേക്ക് വരുന്ന ഭാഗമാണ്. റിവർ സ്റ്റോണും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ നല്ലൊരു കിച്ചൺ കണ്ടു. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് 11 അടി നീളത്തിലും 10 അടി വീതിയിലുമാണ്. പിന്നെ ഇത് ഓഫീസ് റൂമായിട്ടാണ് ബിൽഡർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. നമുക്കിനി ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ബ്ലാക്ക് കളറാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് ഷവർ പാനലും വന്നിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെന്നുണ്ടെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഇനി നമ്മൾ അപ്സ്റ്റെയറിലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ പ്രൊഫൈൽ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് ആണ് വരുന്നത്.
ഒരു സൈഡിലെ കളറിലുള്ള സിമെൻറ്റ് ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. 4-way ലൈറ്റ് വരുന്നുണ്ട്. അവിടെയായിട്ട് പെർഗോള കൊടുത്തിട്ടുണ്ട്. അത് വെസ്റ്റ് സൈഡാണ്. അപ്പർ ലിവിങ് സ്പേസ് നല്ല സ്പേഷ്യസ് ആണ്. ഫാൾ സീലിംഗിലെ വർക്കാണ് എടുത്തു പറയേണ്ടത്. ഒരു പ്രൊഫൈലിലായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പ്രൊഫൈൽ ബീഡിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം വുഡിൻ്റെ ഒരു ടെക്സ്ചറാണ്. ഭംഗിയായിട്ട് അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നിരിക്കുന്നത് 12 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഫാൾ സീലിംഗ് വർക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കർവൻ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ബീഡിംഗ് ആയിട്ട് വുഡിൻ്റെ ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ വന്ന് ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് മൂവബിളാണ്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഷവർ പാനലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. പിന്നെ നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് മൂന്നാമത്തത്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. പിന്നെ മനോഹരമായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ബാത്റൂമിൻ്റെ ക്ലോസറ്റ് എല്ലാം ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ വന്നിട്ടുണ്ട്, മിറർ വന്നിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൈവേർട്ടറാണ് വന്നുള്ളത്. മേലെ റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തിയും മാറ്റ് തന്നെയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിന് വന്നുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിക്കുള്ളൊരു എൻട്രൻസ് വന്നുള്ളത്. കവേർഡ് ബാൽക്കണിയാണ്. മേലെ ഫൈബർ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ജാളി ഡിസൈൻ വരുന്നുണ്ട്. ഒരു റൗണ്ട് ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. ഒരു ഊഞ്ഞാലും മറ്റുമൊക്കെ വയ്ക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസാണ്. ഇത് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാവുന്നതാണ്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. പിന്നെ ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗം സ്ക്വയർ ട്യൂബിൽ ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിവിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയും കൂടി ഉണ്ട്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. കുഞ്ചാട്ടര ബസ് സ്റ്റോപ്പിൽ നിന്നും വളരെ അടുത്തായിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. കുഞ്ചാട്ടർക്ക് മാത്രമല്ല, എടപ്പള്ളി ഭാഗത്തേക്കും അതുകൂടാതെ തന്നെ തൃപ്പൂണിത്തുറ, ആലുവ, എറണാകുളം ഭാഗത്തേക്കൊക്കെ ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. ഇതിൻ്റെ ലാൻഡ് ഏരിയ വരുന്നത് 3 സെൻറ്റ് 100 ലക്സ് ലാൻഡ് ഏരിയയിലാണ്. 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. മാത്രമല്ല ഇതിന് ചോദിക്കുന്ന റേറ്റ് 60 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.